ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ശുദ്ധജലത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ജലദിനം. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലസംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകം ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കും. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേരളത്തിൽ ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു. ആശമാരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നമീബിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി നിതുംപോ നെറ്റിൻടൈറ്റ്വ അധികാരമേറ്റു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക ജലദിനം. ശുദ്ധജലത്തിന്റെ പ്രാധാന്യവും ജലസ്രോതസ്സുകളുടെ സുസ്ഥിര പരിപാലനത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ജലദിനം. ലോകമെമ്പാടുമുള്ള ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ ആഗോള ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2030ഓടെ എല്ലാവർക്കും ജലവും ശുചിത്വവും ഉറപ്പാക്കുക എന്ന സുസ്ഥിര വികസന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണ്. ആഗോള ശുദ്ധജല വിതരണം നിലനിർത്തുന്നതിൽ ഹിമാനികളുടെ നിർണായക പങ്കിനെയും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ സംരക്ഷണ നടപടികളുടെ അടിയന്തര ആവശ്യകതയെയും ഊന്നിപ്പറയുന്ന ഹിമാനി സംരക്ഷണം എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിന പ്രമേയം. ലോക ജലദിനമായ ഇന്ന് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ മഴയെ സംഭരിക്കുക 2025 ക്യാമ്പയിന് തുടക്കമാകും. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് എന്ന ദർശനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായി അവബോധം വളർത്തുന്നതിനും ജലസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും പരിപാടിയിൽ പങ്കെടുക്കും. ലോക ജലദിനത്തിൽ ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന വീഡിയോ സന്ദേശം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കിട്ടു. നാഗരികതകളുടെ ജീവനാഡിയായിരുന്നു ജലമെന്നും ഭാവി തലമുറയ്ക്കായി അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ജലപ്രതിസന്ധി ആഗോളതലത്തിൽ ആശങ്കാജനകമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നുവെന്നും വെല്ലുവിളികളെ അവസരമാക്കി മാറ്റിയ ഒരു രാഷ്ട്രമായി രാജ്യം നിലകൊള്ളുന്നുവെന്നും കേന്ദ്രമന്ത്രി CR പാട്ടീൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ജലസംരക്ഷണത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയെന്ന് അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വരും തലമുറകൾക്കായി ഓരോ തുള്ളിയും സംരക്ഷിക്കാനും ജലസമൃദ്ധമായ ഇന്ത്യ സൃഷ്ടിക്കാനും പ്രതിജ്ഞയെടുക്കാൻ ശ്രീ പാട്ടീൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജലസംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രസ്ഥാനമായ ഭൌമ മണിക്കൂർ ആചരണത്തിൽ പങ്കുചേരും. ലോക ജലദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതിനാൽ ഈ വർഷത്തെ പരിപാടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. വിശദാംശങ്ങളിലേക്ക്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയിൽ രാത്രി 8:30 മുതൽ 9:30 വരെയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ഈ സമയം ലോകമെമ്പാടുമുള്ള ആളുകൾ പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ പ്രവർത്തനത്തിനുമുള്ള പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തി ആവശ്യമല്ലാത്ത എല്ലാ വിളക്കുകളും അണയ്ക്കുന്നു. ഇന്ത്യയിൽ പൈതൃക കേന്ദ്രങ്ങൾ, സ്മാരകങ്ങൾ, പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവ സ്വിച്ച് ഓഫ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. ജല ഉപയോഗത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 2007 ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ദ സിഡ്നി മോർണിംഗ് ഹെറാൾഡുമായി സഹകരിച്ച് ഭൌമ മണിക്കൂർ ആദ്യമായി ആചരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാർ രൂപീകരണ ദിനമായ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പുരാതന കാലം മുതൽ അറിവിന്റെയും വികസനത്തിന്റെയും നാടാണ് ബീഹാർ എന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പ്രശംസിച്ചു. വീരന്മാരുടെയും മഹാന്മാരുടെയും പുണ്യഭൂമിയെന്നാണ് ബീഹാറിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിന് അഭിമാനം പകർന്ന സംസ്ഥാനം ഇന്ന് വികസന യാത്രയുടെ പ്രധാന ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത ആക്ഷൻ കമ്മിറ്റി യോഗത്തിന് ചെന്നൈയിൽ തുടക്കമായി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഫെഡറലിസം, മണ്ഡല പുനർനിർണയ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക.
രാജ്യത്തിന്റെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദഗ്ധ കൌൺസിൽ രൂപീകരിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരം ഇരിക്കുന്ന 3 ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി മറ്റന്നാൾ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ കൂട്ട ഉപവാസമിരിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സമരമല്ല, ആശാവർക്കർമാരുടെ ജീവിത പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ സമരം ചെയ്ത നിക്ഷേപകൻ മാപ്രാണം ഏറാട്ടുപറമ്പിൽ ദേവസിയുടെ വീട് സന്ദർശിക്കവെയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം. കാലിക്കറ്റ് സർവകലാശാലയുടെ വാർഷിക സെനറ്റ് യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. ലഹരി വിരുദ്ധ ക്യാമ്പസ് എന്ന ദൌത്യത്തിന്റെ പ്രചാരണാർത്ഥം ചാൻസലർ സെനറ്റിനെ അഭിസംബോധന ചെയ്യും. വിദ്യാർത്ഥികളിലും യുവതലമുറയിലും ലഹരി ഉപയോഗം പടരുന്ന സാഹചര്യത്തിലാണ് സർവകലാശാല ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതിയുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശനം പുരോഗമിക്കുന്നു. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷം ആദ്യ സന്ദർശനമാണ് നടത്തുന്നത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കേരള, തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവിലെ ഗവേഷണ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും സംഘത്തിലുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപും കാലവർഷ സമയത്തും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് നിലവിലെ സമിതിയാണ്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30-നാണ് മത്സരം. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനീസ് ജോഡികളായ ഷെങ് ഷു ലിയു, ടാൻ നിങ് എന്നിവരെ നേരിടും. സ്വിറ്റ്സർലൻഡിലെ ബാസലിൻ ഇന്ത്യൻ സമയം വൈകുന്നേരം 5:10-നാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് വെങ്കല മെഡൽ ജേതാക്കളായ ട്രീസയും ഗായത്രിയും ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് ജോഡിയെ പരാജയപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഫോർമാന്റെ മരണവിവരം കുടുംബമാണ് പങ്കുവച്ചത്. ബോക്സിംഗ് റിംഗിൽ ബിഗ് ജോർജ് എന്നറിയപ്പെട്ടിരുന്ന ഫോർമാൻ 1960-കളിലാണ് കരിയർ ആരംഭിച്ചത്. ഒളിമ്പിക് സ്വർണ്ണമടക്കം നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. നമീബിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി നെതുംബോ നെന്റിന്റെയ്റ്റുവ അധികാരമേറ്റു. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 58% വോട്ടുകൾ നേടി വിജയിച്ചായിരുന്നു നെതുംബോ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടക്കാല പ്രസിഡന്റായിരുന്ന നങ്കോളോ എംബുംബയുടെ പിൻഗാമിയായാണ് നെന്റിന്റെയ്റ്റുവ ചുമതലയേറ്റത്. ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലെ അഷ്കലോൺ നഗരത്തിലേക്ക് തൊടുത്ത 2 റോക്കറ്റ് ആക്രമണങ്ങൾ തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ആളപായമുണ്ടായിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം സ്വതന്ത്രവും ആഭ്യന്തര അന്വേഷണ നടപടിക്രമങ്ങളിൽ നിന്ന് വേറിട്ടതുമാണെന്ന് സുപ്രീംകോടതി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കിംവദന്തികൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ഈ പ്രസ്താവന. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ചെന്നൈയിൽ. വിവിധ മേഖലകളിലെ വ്യവസായികളുമായും സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭകരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ശുദ്ധജലത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ജലദിനം. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലസംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകം ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കും. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേരളത്തിൽ ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു. ആശമാരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നമീബിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി നെതുംബോ നെന്റിന്റെയ്റ്റുവ അധികാരമേറ്റു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.